ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ചിക്കൻ സ്റ്റ്യൂവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഒരു അപ്പം വിത്ത് ചിക്കൻ സ്റ്റ്യൂ, അതാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ വരികയാണ്, ആർക്കെങ്കിലും ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ 1 കിലോ ബ്രോയിലർ ചിക്കനാണ് എടുത്തത്. ക്ലീനൊക്കെ ചെയ്ത് വരുമ്പോൾ ഒരു 850 ഗ്രാം ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് പണി കഴിയാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ക്ലീൻ ചെയ്ത ഈ ചിക്കൻ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. എരിവിന് വേണ്ടിയിട്ട് ഒരു 4 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്, കുറച്ചധികം ഇഞ്ചി, കറിവേപ്പില. നമ്മൾ വേറെ പൊടികളൊന്നും ചേർക്കാത്തത് കൊണ്ട് എരിവിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള പച്ചമുളക് നമ്മൾ ഇതിൽ തന്നെ ഇടണം കേട്ടോ. അതിനുശേഷം പൊടികളായിട്ട് ഇടുന്നത് മല്ലിപ്പൊടി മാത്രമാണ്, അത് വറക്കാത്ത മല്ലിപ്പൊടിയാണ് ഇടുന്നത്. ഒരു 1.5 ടീസ്പൂൺ, ഒരു 2 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു 3 ഏലക്കായ, ഒരു 4 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, 2 കഷ്ണം ചെറിയ പട്ടയും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വെജിറ്റബിൾസ് ആയിട്ട് നമ്മൾ 2 ഉരുളക്കിഴങ്ങും 2 ക്യാരറ്റും കൂടെ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ മിസ്സായി പോയതാണ്. അതൊരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വന്നാൽ മതി കേട്ടോ, ഓഫ് ചെയ്തിടാം. നമുക്ക് ഇതിന് ഒരു ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാന് വെച്ചിട്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കുക. കാഷ്യൂനട്ട് ഉണ്ടെങ്കിൽ ഒരു 4-5 കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. അതിലേക്ക് വീണ്ടും കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിക്കുക. ഒരു 2 മീഡിയം സൈസുള്ള സവാള എടുക്കുക കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞതിട്ട് ഒന്ന് നല്ലപോലെ വാട്ടി കൊടുക്കുക. സവാള വല്ലാതെ അങ്ങ് ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് നല്ലപോലെ ഒന്ന് വാടി വരണം. ആ സമയത്തേക്ക് നമ്മുടെ ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ ഗ്രേവി, അതിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ടാവും, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഈ ചിക്കനും വെജിറ്റബിൾസും ഒക്കെ ഒരുമിച്ച് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ സവാളയും ആയിട്ട് നല്ലപോലെ ഈ ഒരു ചിക്കനും അതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് മിക്സ് ആയിക്കോട്ടെ. പിന്നെ ഈ വെജിറ്റബിൾസിൽ നിന്ന് കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ, ഒരു തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ട്. അതിൽ നിന്ന് തന്നെ 1-2 എണ്ണം എടുത്ത് നമുക്കങ്ങ് ഉടച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട്, ആവശ്യത്തിന് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് തേങ്ങാപ്പാലാണ് വേണ്ടത്. ഞാനിപ്പോൾ മാഗി കോക്കനട്ട് പൗഡർ മിക്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മുടെ കറീൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മൾ എടുക്കണം. ഞാനിപ്പോൾ ഒരു 1.5 പാക്കറ്റാണ് എടുത്തത്. ചെറിയ പാക്കറ്റിൽ 1.5 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് ഡയല്യൂട്ട് ചെയ്തിട്ട് ചൂടുവെള്ളത്തിലൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. വേണമെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചിരകിയിട്ട് അതിൽ നിന്ന് പാലെടുത്തിട്ടും ഒഴിച്ചു കൊടുക്കാം. ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ വല്ലാതെ അങ്ങോട്ടേക്ക് പിന്നെ തിളപ്പിക്കരുത്, പിരിഞ്ഞു പോകും പാൽ. അപ്പോൾ അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുമില്ല, എല്ലാം കൂടി ഒന്ന് മിക്സ് ആയാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ലാസ്റ്റ് ഞാൻ കറിവേപ്പിലയാണ് ഇതിൽ ചേർക്കുന്നത്. ഇഷ്ടമുള്ളവർക്ക് ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കില്ല, വേറൊരു ടേസ്റ്റ് ആവും കേട്ടോ. ഇതാണ് ഇതിൻ്റെ അടിപൊളി. അപ്പോൾ അത്രയേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് ചിക്കൻ സ്റ്റ്യൂ ഉണ്ടാക്കിയെടുത്തു. ഇനി നമുക്ക് അപ്പവും കൂടെ ചുട്ടെടുക്കാം കേട്ടോ. അപ്പത്തിൻ്റെ റെസിപ്പി ഞാനിവിടെ കാണിക്കുന്നില്ല, നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. കൂടെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ ഈ അപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ലിങ്ക്. അത് നിങ്ങൾ നോക്കൂ, ആവശ്യമുള്ളവരൊക്കെ കയറി കാണാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു ക്രിസ്മസിന് എല്ലാവരും ചിക്കൻ സ്റ്റ്യൂവും അപ്പവും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോ കാണാം. ബൈ.